ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു മെഹന്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കയ്യിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. സിമ്പിളായി തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഒരു ഫുൾ ഹാൻഡ് മെഹന്തി ഡിസൈനാണ്. സിമ്പിളായി വരച്ചെടുക്കാൻ പറ്റിയ ഒരു ബ്രൈഡൽ മെഹന്തി ആയിട്ടൊക്കെ വരച്ചെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ട് ചെയ്തൊരു ഡിസൈനാണെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വോയിസ് രാത്രി വണ്ടികളുടെ സൗണ്ടൊക്കെ മാറിയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് നിൽക്കുന്ന ടൈമിലായിരിക്കും മഴയും ഇടിയൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ വോയിസ് കൊടുക്കാൻ പറ്റാതെ അങ്ങനെ നീണ്ടുപോയൊരു വർക്കാണ്. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കയ്യിലായിട്ട് 6 ലൈൻസുകളൊന്ന് അടുപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻറ്ററിൽ വരുന്ന 2 ലൈനുകൾ ഒന്ന് കട്ടിക്കുട്ടിയെടുക്കുന്നുണ്ട്. ഇനി മുകളിലും താഴെയുള്ള ഓരോ ലൈനൊന്ന് വെറുതെ നിർത്തി കൊടുത്ത ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ലാസ്റ്റ് ലൈനിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. മുകളിലോട്ടായിട്ടും താഴോട്ടായിട്ടും ഹംസ് വരച്ചു കൊടുത്ത ശേഷം കൈയിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്ന സ്പേസിൽ ഇതുപോലെ ഷേപ്പുകളൊന്ന് വരച്ചെടുക്കണം. ലൈൻസുകൾ വരച്ചെടുത്തിട്ട് അതൊന്ന് കൂട്ടി വരച്ചെടുത്താൽ മതി. ഇനി ഓരോ ഷേപ്പുകളുടെ ഉള്ളിലും ഇതുപോലെ 3 ലേസ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ലീഫിൻ്റെ ഒക്കെ സൈഡിൽ വരുന്ന ഭാഗങ്ങളൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കി 2 ഷേപ്പുകളുടെ ഉള്ളിലും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തായിട്ട് വരച്ചെടുത്തിട്ടുള്ള 3ാമത്തെ ലൈനിലായിട്ടൊന്ന് ഹംസ് വരച്ചു കൊടുക്കുക. ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും ഹംസ് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഉൾഭാഗത്തുള്ള ലൈനുകളൊക്കെ ഒന്ന് കട്ടിക്കുട്ടിയെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത ലീവ്സിനൊക്കെ ഓരോ ലൈൻസ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരച്ചെടുത്ത ഹംസിൻ്റെ മുകളിലായിട്ട് സെൻറ്ററിൽ ഒരു വലിയ ഡോട്ടും സൈഡിലോട്ടായിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ 2 ഷേപ്പുകളുടെ ജോയിൻറ്റിലും 3 ലേസ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ 2 സ്പേസിലും 3 ലേസ് വീതം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി താഴ്ഭാഗത്ത് ഇത്ര വരെ ഡിസൈൻ വരച്ചെടുക്കുന്നുള്ളൂ. കൈയിൻ്റെ മുകൾ ഭാഗത്ത് നേരത്തെ വരച്ചെടുത്ത ഹംസിന് മുകളിൽ ഷേപ്പുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വരച്ചതിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ട ശേഷം ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിനും ഷേപ്പുകൾക്കും ഇടയിൽ വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് കുത്തനെ വരുന്ന രീതിയിൽ ലൈൻസുകളൊന്ന് ഗ്യാപ്പ് വിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ലൈൻസുകളിലൊക്കെ ഒന്നിടവിട്ട് വരുന്ന ലൈൻസുകളിൽ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഡോട്ട്സുകളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ലൈനിൽ 3 ഡോട്ടും ഒരു ലൈനിൽ 2 ഡോട്ട് എന്നിങ്ങനെ വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനി നേരത്തെ വരച്ച ലൈനിന് മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന രീതിയിലല്ലാത്ത പോലെ ഇതുപോലെ ഷേപ്പുകൾ മുകളിലോട്ടും താഴോട്ടായിട്ടൊന്ന് മാറിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുക്കുന്നുണ്ട്. ഉൾഭാഗത്തായിട്ട് കർവ് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിലൊക്കെ ഒന്ന് ലേസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ആ ഒരു ഗ്യാപ്പിലൊക്കെ മെഹന്തി ഉപയോഗിച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലൈനിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ഹംസിൻ്റെ മുകളിലായിട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് വരച്ചു കൊടുക്കുക. ലീവ്സിന് അടുത്തായിട്ട് കർവ് വരുന്ന ഒരു കുഞ്ഞു ലൈൻ വരച്ചിട്ട് എൻഡിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഹംസിന് മുകളിലായിട്ട് ഒരു ലൈൻ പോലെ ഈ ഒരു ലീവ്സും ലൈൻസും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഷേപ്പുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ആ ഒരു ഷേപ്പിനെ ഒന്ന് കൂട്ടിയെടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ ഒന്ന് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി കൈയിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മുകളിലോട്ടായിട്ട് ഇതുപോലെ ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കർവ് വരുന്ന ലൈൻസുകൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. 3 ലൈൻസുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗത്ത് വരുന്ന സ്പേസിൽ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്പൈറലിൻ്റെ താഴെയായിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുക്കുക. ഇനി ഒരു ഫ്ലവറിൻ്റെ താഴെ കർവ് വരുന്ന ഒരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ലീവ്സ് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിലായിട്ട് ഒരു കുഞ്ഞു സർക്കിൾ വരച്ചു കൊടുക്കുക. കൈയിൻ്റെ അടുത്തൊരു സൈഡിൽ ഇതുപോലെ മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിലും ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന സ്പേസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കർവ് വരുന്ന ഷേപ്പ് വരക്കുക. ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി സർക്കിൾസിനും ലീവ്സിനും ഈ ഒരു ഷേപ്പുകളൊക്കെ ഒന്ന് കൂട്ടിയെടുത്തിട്ട് ബാക്കി വരുന്ന സ്പേസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ ലീവ്സിനുള്ളിലും ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി 3ാമതായിട്ട് വരച്ചെടുത്ത മുകളിലെ ലൈനിൽ ഇതുപോലെ ഒന്ന് ഹംസ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഹംസിൻ്റെ 3/4 ഭാഗത്തോളം എത്തുന്ന ഒരു സ്പേസിൽ നിന്ന് ഇതുപോലെ കൈയിൻ്റെ തള്ളവിരലിനും ചൂണ്ടുവിരലിനും താഴെ വരുന്ന സ്പേസിൽ 2 ലൈൻസുകളൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ചെറിയൊരു കർവേ ലൈനിന് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഉൾഭാഗത്തായിട്ട് വരുന്ന ഗ്യാപ്പിൽ ഇതുപോലെ ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ലൈൻസുകളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്.
തള്ളവിരൽ വരെയാണ് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത്. ഇനി കൈയിൻ്റെ അടുത്തൊരു സൈഡിലോട്ടായിട്ടും ഇതുപോലെ തന്നെ ലൈൻസുകൾ വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളുടെ ഉൾഭാഗത്തെ ലൈനുകളൊക്കെ ഒന്ന് കട്ടി കൂട്ടി എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്തൊരു സൈഡിലോട്ടും ഒന്നിടവിട്ട് വരുന്ന കോളങ്ങളുടെ ലൈനുകൾ ഒന്ന് കട്ടി കൂട്ടി എടുക്കുക. ഇപ്പോൾ സെൻട്രലായിട്ട് 4 കുഞ്ഞു കോളങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം ഓരോ വലിയ കോളങ്ങളുടെ ഉള്ളിൽ വരുന്ന കോളത്തിൻ്റെ ജോയിൻറ്റിലും വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ഡോട്ട് വീതം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു സ്പേസിൽ മുഴുവനായിട്ട് ഡോട്ട്സ് ഒന്ന് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ച രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ടും ഹംസ് ഒന്ന് ആ ഒരു ലൈന് മുഴുവനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി തള്ളവിരലിൻ്റെ മുകളിലായിട്ടും ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിലൊന്ന് ഹംസ് വരച്ചെടുക്കുക. അതിനുശേഷം 2 ലീവ്സ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞ് കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് എൻഡിലായിട്ടൊരു ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ കൈപ്പത്തിൻ്റെ ഉൾഭാഗത്ത് കൊടുത്ത ഹംസിൽ മുഴുവനായിട്ടും ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. 2 ലീവ്സ് വരച്ചു കൊടുത്ത ശേഷം ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടായിട്ട് ലീവ്സ് കൊടുത്ത പോലെ താഴെ നിന്ന് മുകളിലോട്ടായിട്ട് വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരുന്ന ഒരു ഷേപ്പ് ഇങ്ങനെ പരന്ന് നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഷേപ്പുകളൊക്കെ ഒന്ന് കട്ടി കൂട്ടിയെടുക്കുക. അതിനുശേഷം ഒരു ലെയർ കൂടെ ലൈൻ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒറ്റ കർവിൽ വരുന്ന ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തായിട്ട് ഒരു ലെയർ കൂടെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുക. ഇനി ഈ ഒരു 2 തരത്തിലുള്ള ലൈനുകളുടെ ഗ്യാപ്പിലും ഇതുപോലെ ഒന്നൊരു സ്പൈറൽ വരച്ചു കൊടുത്ത ശേഷം അതിന് ചുറ്റിലും ഒന്ന് ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് പെറ്റൽസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിൽ മുഴുവനായിട്ട് സ്പൈറൽസ് വരച്ചു കൊടുക്കുക. അതിന് മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക, പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു വിരലിൻ്റെ അറ്റം വരെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ രണ്ടാമത്തെ ലൈനിന് മുകളിലായിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫിംഗേഴ്സിലായിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ വീണ്ടും 2 ലൈൻസ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈൻസിൻ്റെ ഉൾഭാഗത്തോട്ട് താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഹംസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് വരുന്ന സ്പേസിൽ 2 സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഹംസ് വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഫിംഗേഴ്സിലായിട്ട് സിഗ്സാഗ് വരുന്ന രീതിയിൽ ചെരിഞ്ഞ ലൈൻസുകളൊന്ന് വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. വെക്കേഷൻ കഴിയുമ്പോഴേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്തെടുത്തൊരു വർക്കായിരുന്നു. പക്ഷേ ഇടിയും മഴയൊക്കെ കാരണം പിന്നെ വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. വോയിസ് ഒക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും മഴയൊക്കെ പെയ്യുന്നുണ്ടാവുക. പിന്നെ ഞാൻ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല. ആ ഒരു മഴൻ്റെ സൗണ്ടും ഇടിയൊക്കെ കൂടി കേൾക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാറാണ്. അപ്പം ഇനി ഈ ഒരു ഡിസൈനിൽ ഈ ഒരു മുകളിലെ ഹംസിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കുഞ്ഞ് ലീഫ് വരച്ചു കൊടുക്കുക. പിന്നെ സൈഡിലായിട്ട് നേരത്തെ കർവ് ചെയ്ത് നിൽക്കുന്ന കുഞ്ഞ് ലൈനായിരുന്നു കൊടുത്തത്. അതിൻ്റെ എൻഡിൽ ഡോട്ടിന് പകരം ഇത്തിരി ഒന്ന് കട്ടി കൂട്ടിയിട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് 3 ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ലൈൻ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുന്നുണ്ട്. മുകളിലെ ലൈനിൽ നിന്ന് ഫിംഗറിൻ്റെ അറ്റത്തോട്ടായിട്ട് ആ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിൽ ലൈനൊന്ന് വരച്ചു കൊടുത്തിട്ട് ഉൾഭാഗത്തായിട്ട് 3 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലീവ്സിൻ്റെ ബാക്കിയുള്ള സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം ഉൾഭാഗത്തായിട്ട് ഓരോ ലൈൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തള്ളവിരലിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.